Dear students, അക്കൗണ്ടൻസിയിലെ 4ാമത്തെ ചാപ്റ്റർ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേം, റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. അതിനെ സംബന്ധിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കൺസെപ്റ്റുകളാണ് നമ്മൾ മനസ്സിലാക്കുക. റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് എന്ന് നമ്മൾ മുന്നേ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിൻ്റെ പുനഃസംഘടന എന്ന് നമ്മൾ പറയും. എങ്ങനെയാണ് ഈ പുനഃസംഘടന സംഭവിക്കുന്നത്? എ ചേഞ്ച് ഇൻ ദ റിലേഷൻഷിപ്പ് എമംഗ് പാർട്ട്നേഴ്സ് ഈസ് കോൾഡ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേം. പാർട്ട്ണർമാർ തമ്മിലുള്ള ബന്ധത്തിൽ മാറ്റമുണ്ടാകുന്നതിനെയാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേം എന്ന് പറയാം. അതിന് പല കാരണങ്ങളുണ്ട്. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. അതിൽ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയർ റേഷ്യോയും അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറും നമ്മൾ മുന്നേ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. എന്താ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ? വിരമിക്കൽ എന്നാണ്. റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ ഒരു പാർട്ട്ണറുടെ വിരമിക്കൽ. വിഡ്രോവൽ ഓഫ് എ പാർട്ട്ണർ ഫ്രം ദ ബിസിനസ് with the consent of other partners or as per the provisions of partnership deeds or by giving notice of retirement is called retirement. മറ്റു പാർട്ട്നേഴ്സിൻ്റെ സമ്മതത്തോടെയോ പാർട്ണർഷിപ്പ് ഡീഡിലെ വ്യവസ്ഥകൾ പ്രകാരമോ ഒരു മുൻകൂർ വിരമിക്കൽ നോട്ടീസ് നൽകിയോ ഒരു പാർട്ട്ണർ ബിസിനസ്സിൽ നിന്ന് പിൻവാങ്ങുന്നതിനെയാണ് റിട്ടയർമെൻറ്റ് എന്ന് പറയാം. ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യാൻ പല കാരണങ്ങളുണ്ടാവാം. ഒന്ന്, ഓൾഡ് ഏജ്. പ്രായാധിക്യം കൊണ്ട് ഒരു പാർട്ട്ണർക്ക് ഫേമിൽ നിന്ന് റിട്ടയർ ചെയ്യാം. തന്നെ ഏൽപ്പിച്ച ജോലികൾ കൃത്യമായി അയാൾക്ക് നിർവഹിക്കാൻ സാധ്യമല്ല എന്ന ഒരു തോന്നലുണ്ടായാൽ, അല്ലെ, പ്രായം കൂടുമ്പോൾ അങ്ങനെയാണ്, അയാൾക്ക് ഫേമിൽ നിന്ന് റിട്ടയർ ചെയ്യാം. അല്ലെങ്കിൽ രോഗം വരാം. ഗുരുതരമായ രോഗങ്ങൾ വന്നുകൊണ്ട് തന്നെ ഏൽപ്പിച്ച അല്ലെങ്കിൽ തൻ്റെ കാര്യങ്ങൾ, തൻ്റെ പ്രവൃത്തികൾ കൃത്യമായി ഉത്തരവാദിത്തത്തോടെ അയാൾക്ക് നിറവേറ്റാൻ സാധിക്കുന്നില്ല എന്ന ഒരു ബോധ്യമുണ്ടായാൽ അയാൾക്ക് പാർട്ട്ണർഷിപ്പിൽ നിന്ന് റിട്ടയർ ചെയ്തു പോവാം. മറ്റൊരു കാരണമെന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ദ ബിസിനസ് ഇൻട്രസ്റ്റ്. ബിസിനസ് താല്പര്യങ്ങളിൽ മാറ്റമുണ്ടാവാം. ആളുകളുടെ താല്പര്യം എപ്പോഴും സ്ഥായിയായി നിൽക്കുന്നതല്ല, മാറ്റങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ മെഡിക്കൽ ഷോപ്പ് ബിസിനസ് ചെയ്തു വന്ന ഒരാൾക്ക് തോന്നുക ഇനി അത് വേണ്ട, ടെക്സ്റ്റൈൽസ് ബിസിനസ് ചെയ്യണം. ബിസിനസ് താല്പര്യങ്ങളിൽ മാറ്റമുണ്ടായി. അപ്പോൾ തൻ്റെ മെഡിക്കൽ ബിസിനസ്സിൽ നിന്ന് റിട്ടയർ ചെയ്ത് ടെക്സ്റ്റൈൽസ് ബിസിനസ്സിലേക്ക് അയാൾക്ക് പോകാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരു പാർട്ട്ണർക്ക് ഫേമിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോവാം. ഇനി നമുക്കതിൽ പഠിക്കാനുള്ളത് വാട്ട് ആർ ദ അക്കൗണ്ടിങ് പ്രോബ്ലംസ് അറൈസിങ് ഓൺ ദ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർ പിരിഞ്ഞു പോകുമ്പോൾ എന്തെല്ലാം അക്കൗണ്ടിങ് പ്രോബ്ലംസ് ആണ് ബിസിനസ്സിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തൊക്കെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് ബിസിനസ്സിൽ ഉണ്ടാവുക? അത് പ്രധാനമായും 9ഓളം കാര്യങ്ങളാണ്. ഒന്ന്, കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ, പുതിയ റേഷ്യോ കണ്ടുപിടിക്കണം. 2, കാൽക്കുലേഷൻ ഓഫ് ഗെയിൻ ഇൻ റേഷ്യോ, ഗെയിൻ ഇൻ റേഷ്യോ കണക്കാക്കണം. മറ്റൊന്ന്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ, ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, ട്രീറ്റ്മെൻറ്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്. വർഷങ്ങളായി ബിസിനസ്സിൽ കൂടിയിരിക്കുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അസറ്റ്സും ലയബിലിറ്റീസും പുനർമൂല്യനിർണ്ണയത്തിന് വിധേയമാക്കുക. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്, റിട്ടയർമെൻറ്റ് ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കുക. മറ്റൊന്ന്, കാൽക്കുലേഷൻ ഓഫ് എമൗണ്ട് ഡ്യൂ ടു ദ റിട്ടയറിംഗ് പാർട്ട്ണർ. ഒരു പാർട്ട്ണർ ബിസിനസ്സിൽ നിന്ന് റിട്ടയർ ചെയ്തു പോയാൽ അയാൾക്ക് കൊടുക്കാനുള്ള തുക എത്രയാണെന്ന് കണ്ടുപിടിക്കണം. മറ്റൊന്ന്, സെറ്റിൽമെൻറ്റ് ഓഫ് ദി എമൗണ്ട് ഡ്യൂ ടു ദ റിട്ടയറിംഗ് പാർട്ട്ണർ. റിട്ടയർ ചെയ്തു പോകുന്ന പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള തുക കൊടുക്കുക, അല്ലെങ്കിൽ അത് സെറ്റിൽ ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ, അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്. ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോയാലും അവിടെ ബിസിനസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ് ഉണ്ട്, തുടരുന്ന പാർട്ട്നേഴ്സ് ഉണ്ട്. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട്സ് അഡ്ജസ്റ്റ് ചെയ്യുക.
ഇത്രയും അക്കൗണ്ടിങ് പ്രോബ്ലംസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ളത്. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൽ വൺ ഈസ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ. പുതിയ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കാം. ദ റേഷ്യോ ഇൻ വിച്ച് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഡിസൈഡഡ് ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ആഫ്റ്റർ ദ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ ഈസ് കോൾഡ് ന്യൂ റേഷ്യോ. ഒരാൾ വിരമിച്ചതിന് ശേഷം ഭാവിയിലെ ലാഭം കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്തെടുക്കാൻ തീരുമാനിക്കുന്ന റേഷ്യോനെയാണ് നമ്മൾ ന്യൂ റേഷ്യോ എന്ന് പറയാം. ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോയാലും അവിടെ ബാക്കിയുള്ള പാർട്ട്നേഴ്സ് ഉണ്ട്, അവർ ബിസിനസ് കണ്ടിന്യൂ ചെയ്യും. ആ കണ്ടിന്യൂ ചെയ്ത് ലാഭം അല്ലെങ്കിൽ നഷ്ടമുണ്ടാകുമ്പോൾ അതെങ്ങനെ വീതിക്കണം എന്ന് തീരുമാനിക്കുന്ന റേഷ്യോ ആണ് ന്യൂ റേഷ്യോ. അത് ഒരുപക്ഷെ അവരവരുടെ പഴയ റേഷ്യോയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാം, അല്ലെങ്കിൽ അവർക്ക് പുതിയ റേഷ്യോ സംബന്ധിച്ച തീരുമാനമെടുക്കാം. ഇനി അത് വേണ്ട, മാറ്റണം എന്ന് തീരുമാനിച്ചാൽ അതങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണം, എ ബി സി 3 പാർട്ട്നേഴ്സ്, അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 3:2:1. ഓൾഡ് റേഷ്യോ 3:2:1. ഇനി എ വെൻ എ റിട്ടേഴ്സ് ദ ന്യൂ റേഷ്യോ ഓഫ് ബി ആൻഡ് സി എന്തായിരിക്കും? എ ആണ് റിട്ടയർ ചെയ്യുന്നതെങ്കിൽ ബിയുടെയും സിയുടെയും പുതിയ റേഷ്യോ 2:1 ആയിരിക്കും. ഇനി ബി ആണ് റിട്ടയർ ചെയ്യുന്നതെങ്കിൽ എയുടെയും സിയുടെയും റേഷ്യോ 3:1 ആയിരിക്കും. ഇനി സി ആണ് റിട്ടയർ ചെയ്യുന്നതെങ്കിൽ എയുടെയും ബിയുടെയും പുതിയ റേഷ്യോ 3:2 ആണ്. അങ്ങനെയാണ് നമ്മൾ പുതിയ റേഷ്യോ കണ്ടുപിടിക്കുക. അപ്പോൾ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ. പിന്നീട് രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാം. എന്താണ് ഈ ഗെയിനിങ് റേഷ്യോ എന്നാൽ? ദ റേഷ്യോ ഇൻ വിച്ച് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഡിസൈഡ് ടു ഷെയർ ദ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഈസ് കോൾഡ് ഗെയിനിങ് റേഷ്യോ. കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് റിട്ടയർ ചെയ്തു പോകുന്ന പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് വീതിക്കാൻ തീരുമാനിക്കുന്ന റേഷ്യോനെയാണ് ഗെയിനിങ് റേഷ്യോ എന്ന് പറയാം. ഒരു പാർട്ട്ണർ ഫേമിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ അതിൻ്റെ നേട്ടം ഈ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിനാണ്. ഇപ്പോൾ ഉദാഹരണം എയും ബിയും സിയും 3 പാർട്ട്നേഴ്സാണ്. സി റിട്ടയർ ചെയ്ത് പോയാൽ ഇനി എയും ബിയും മാത്രമാണ് അവിടെയുള്ളത്. അപ്പോൾ അതുവരെ 3 വിഭജിച്ച ലാഭം ഇനി 2 വിഭജിച്ചാൽ മതി. അപ്പോൾ സിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റും കൂടി എക്കും ബിക്കും കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ആ സിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എയും ബിയും വീതിച്ചെടുക്കാൻ തീരുമാനിക്കുന്ന റേഷ്യോനെയാണ് ഗെയിനിങ് റേഷ്യോ എന്ന് പറയാം. ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതിങ്ങനെയാണ്: ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. പുതിയ റേഷ്യോയിൽ നിന്ന് പഴയ റേഷ്യോ കുറച്ചാൽ മതി. ഇതിൻ്റെ ചില സാഹചര്യങ്ങൾ നോക്കാം. ഒന്നാമത്തേത് റിലേറ്റീവ് റേഷ്യോ ബിറ്റ്വീൻ റിമൈനിങ് പാർട്ട്നേഴ്സ് അൺചേഞ്ച്ഡ്. കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റമില്ലെങ്കിൽ എങ്ങനെയാണ് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ നോക്കാം. ഉദാഹരണത്തിന് എ ബി സി 3 പാർട്ട്നേഴ്സ്, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1. സി റിട്ടേഴ്സ് ഫ്രം ദി ഫേം. സി ഫേമിൽ നിന്ന് റിട്ടയർ ആവുന്നു. കാൽക്കുലേറ്റ് ദ ഗെയിനിങ് റേഷ്യോ ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ പുതിയ റേഷ്യോ സംബന്ധിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ സി റിട്ടയർ ആയാൽ എയുടെയും ബിയുടെയും റേഷ്യോ 3:2. അപ്പോൾ ന്യൂ റേഷ്യോ 3:2. അവർ തമ്മിലുള്ള ഓൾഡ് ഷെയറും അങ്ങനെ തന്നെയാണ് അല്ലേ. എയും ബിയും തമ്മിലുള്ള പഴയ റേഷ്യോ 3:2. എയും സിയും തമ്മിലുള്ള റേഷ്യോ 3:1. ബിയും സിയും തമ്മിലുള്ള റേഷ്യോ 2:1. അപ്പോൾ എയും ബിയും തമ്മിലുള്ള പഴയ ബന്ധം 3:2 അപ്പോൾ പുതിയ റേഷ്യോ സംബന്ധിച്ചൊന്നും പറയാത്തത് കൊണ്ട് അവർ തമ്മിലുള്ള ആ പഴയ ബന്ധം തന്നെയാണ് അവരുടെ ഗെയിനിങ് റേഷ്യോ. അപ്പോൾ ഇവിടെ ഗെയിനിങ് റേഷ്യോ എത്രയായിരിക്കും? എയും ബിയും തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന ബന്ധം എത്രയായിരുന്നു? 3:2. അപ്പോൾ ഗെയിനിങ് റേഷ്യോയും 3:2 തന്നെയാണ്.
വേണമെങ്കിൽ നമുക്കിത് കണ്ടുപിടിച്ചാലും അങ്ങനെ തന്നെയായിരിക്കും കിട്ടുക. ഇപ്പോൾ ആദ്യം നമ്മൾ ഓൾഡ് റേഷ്യോ എഴുതുക. ഓൾഡ് റേഷ്യോ ഈക്വൽ ടു 3:2:1. സി റിട്ടയർ ചെയ്ത് പോയാൽ എയുടെയും ബിയുടെയും ന്യൂ റേഷ്യോ 3:2. ഇനി നമുക്ക് ഗെയിൻ റേഷ്യോ കണ്ടുപിടിക്കണം. ഗെയിൻ റേഷ്യോ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഗെയിൻ റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ഇവിടെ സി റിട്ടയർ ചെയ്യുന്നത് കൊണ്ട് രണ്ടാൾക്കാണ് നേട്ടം, എക്കും ബിക്കുമാണ്. അപ്പോൾ എയുടെ നേട്ടം നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം. എസ് ഗെയിൻ ഈസ് ഈക്വൽ ടു എയുടെ ന്യൂ ഷെയർ, പുതിയ റേഷ്യോ 3:2 അപ്പോൾ പുതിയ ഷെയർ 3/5 മൈനസ് പഴയ ഷെയർ 3 2 5 1 6 3/6. അപ്പോൾ സി കൂടെ കൂട്ടിയിട്ട് എഴുതണം പഴയ ഷെയർ എഴുതുമ്പോൾ 3/6. 5ൻ്റെയും 6ൻ്റെയും എൽസിയം 30. 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6, 6 × 3 18 മൈനസ് 30നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5, 5 × 3 15. ആൻസർ 3/30. അതുപോലെ ബിയുടെ ഗെയിൻ ന്യൂ ഷെയർ 2/5, അതിൽ നിന്ന് പഴയ ഷെയറായി 2/6 കുറയ്ക്കുക. 5ൻ്റെയും 6ൻ്റെയും എൽസിയം 30. 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6, 6 × 2 12 മൈനസ് 30നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5, 5 × 2 10. 12ൽ നിന്ന് 10 പോയിട്ട് ബാക്കി 2/30. അതുകൊണ്ട് ഗെയിനിങ് റേഷ്യോ 3:2. അങ്ങനെയാണ് നമ്മളിവിടെ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുക. ഇനി മറ്റൊരു സാഹചര്യം, ന്യൂ റേഷ്യോ ബിറ്റ്വീൻ ദ റിമൈനിങ് പാർട്ട്നേഴ്സ് ഈസ് ഗിവൺ, പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ബിറ്റ്വീൻ റിമൈനിങ് പാർട്ട്നേഴ്സ് ഈസ് അൺചേഞ്ച്ഡ്. ഇനി മറ്റൊരു പോസിബിലിറ്റി നോക്കാം. ന്യൂ റേഷ്യോ ബിറ്റ്വീൻ ദ റിമൈനിങ് പാർട്ട്നേഴ്സ് ഈസ് ഗിവൺ, ദാറ്റ് ഈസ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ബിറ്റ്വീൻ റിമൈനിങ് പാർട്ട്നേഴ്സ് ഈസ് ചേഞ്ച്ഡ്. പുതിയൊരു സാഹചര്യം എന്ന് പറയുന്നത് പുതിയ റേഷ്യോ തരുന്നു. കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഇതുവരെ ഉണ്ടായിരുന്ന അവരുടെ ബന്ധത്തിലല്ല ഫ്യൂച്ചർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. ഇനി ഒരു പുതിയ റേഷ്യോയിലൂടെയാണ്. അവർ പുതിയ റേഷ്യോ മാറ്റാൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം നിങ്ങൾ നോക്കുക. എ ബി സി 3 പാർട്ട്നേഴ്സ്, അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 3:2:1. സി ഫേമിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നു. ദേ ഡിസൈഡഡ് ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 7:5. പുതിയ റേഷ്യോ 7:5 ആക്കി മാറ്റാൻ തീരുമാനിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം. ഗെയിൻ റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. അപ്പോൾ എയുടെ എസ് ഗെയിൻ, അയാളുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് ന്യൂ റേഷ്യോ നമുക്കറിയാം 7:5 അപ്പോൾ ന്യൂ ഷെയർ 7/12 മൈനസ് അയാളുടെ ഓൾഡ് ഷെയർ എയുടെയും ബിയുടെയും സിയുടെയും ഓൾഡ് റേഷ്യോ എത്രയായിരുന്നു? 3:2:1 അപ്പോൾ 3/6. 12ൻ്റെയും 6ൻ്റെയും LCM, 12ലും 6ലും വരുന്ന ഏറ്റവും ചെറിയ ഘടകം 2. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6, 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. 6ലും 3ലും വരുന്ന ഏറ്റവും ചെറിയ ഘടകം 3. അപ്പോൾ 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. എന്നിട്ട് 2 × 3 × 2 എല്ലാം കൂടി 12 LCM കിട്ടും. അപ്പോൾ 12നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 1 × 7 7 മൈനസ് 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 2 × 3 6. ആൻസർ 1/12. അതുപോലെ ബിയുടെ ഗെയിൻ, അയാളുടെ ന്യൂ ഷെയർ 5/12, ഓൾഡ് ഷെയർ 2/6. 12ൻ്റെയും 6ൻ്റെയും LCM നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 12. 12നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 1 × 5 5 മൈനസ് 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 2 × 2 4. ഈക്വൽ ടു 5ൽ നിന്ന് 4 പോയാൽ 1, 1/12. അതുകൊണ്ട് ഗെയിനിങ് റേഷ്യോ 1:1. Continuing partners acquire a certain fraction of the share of the retiring partner. റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഒരു പ്രത്യേക അനുപാതത്തിലാണ് എടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഗെയിനിങ് റേഷ്യോ കണക്കാക്കുക നോക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. BC ആർ partners sharing profits and losses in the ratio of 3:4:1. A retires and surrendered 2/3 of his share to B and 1/3 to C. Calculate new ratio and gaining ratio. A, B, C 3 പാർട്ട്നേഴ്സ്, അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 3:4:1. എ റിട്ടയർ ചെയ്യുന്നു ആൻഡ് സറണ്ടേർഡ് 2/3 ഓഫ് ഹിസ് ഷെയർ ടു ബി.
എന്താണ് ഇവിടെ ചെയ്യുന്നത്? എ അയാളുടെ ഷെയറിൻ്റെ 2/3 ഭാഗം ബിക്ക് വിട്ടുകൊടുക്കുന്നു. എ റിട്ടയർ ചെയ്യുമ്പോൾ അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയായിരുന്നുവോ അതിൻ്റെ 2/3 ഭാഗം ബിക്ക് കൊടുക്കുന്നു. ആൻഡ് 1/3 ടു സിക്ക് അയാളുടെ ഷെയറിൻ്റെ 1/3 ഭാഗം നൽകുന്നു. അപ്പോൾ അയാളുടെ ഷെയർ എത്രയാണ് നിങ്ങൾ നോക്കാം. അപ്പോൾ എ ബി സി 3 പാർട്ട്നേഴ്സ്, അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 3:4:1 ആണ്. അപ്പോൾ എയുടെ ഷെയർ 3/8, ബിയുടെ ഷെയർ 4/8, സിയുടെ ഷെയർ 1/8. ഇവിടെ നിങ്ങളോട് ന്യൂ റേഷ്യോയും ഗെയിൻ റേഷ്യോയും കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെടുക. അപ്പോൾ ആദ്യം നമ്മൾ ബിയുടെ ഗെയിനും സിയുടെ ഗെയിനും എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ബിയുടെ ഗെയിൻ നോക്കാം. ബിയുടെ ഗെയിൻ എന്നാൽ അവിടെ പറയുന്നുണ്ട് എ തൻ്റെ ഷെയറിൻ്റെ 2/3 ഭാഗം ബിക്ക് വിട്ടുകൊടുക്കുന്നു. അവിടെ എയുടെ ഷെയർ 3/8 ആണ്. ആ 3/8ൻ്റെ 2/3 ഭാഗം. അപ്പോൾ 3/8ൻ്റെ 2/3 എന്ന് പറഞ്ഞാൽ 3/8നെ നമ്മൾ 2/3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 3 × 2 6, 8 × 3 24. അപ്പോൾ ബിയുടെ നേട്ടം 6/24. അതുപോലെ സിയുടെ ഗെയിൻ, സിയുടെ നേട്ടം എന്ന് പറയുന്നുണ്ട് എ തൻ്റെ ഷെയറിൻ്റെ 1/3 ഭാഗം സിക്ക് കൊടുത്തു എന്നാണ്. അപ്പോൾ 3/8ൻ്റെ 1/3 ഭാഗം, അപ്പോൾ 3/24. അപ്പോൾ ബിയുടെ ഗെയിൻ 3/8ൻ്റെ 2/3 ഭാഗം, സിയുടെ ഗെയിൻ 3/8ൻ്റെ 1/3, 3/24. ഇനി നമുക്ക് ന്യൂ ഷെയർ, ബിയുടെ ന്യൂ ഷെയറും സിയുടെ ന്യൂ ഷെയറും കണ്ടുപിടിക്കണം. അപ്പോൾ ഗെയിൻ റേഷ്യോ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം. ഗെയിൻ റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. അപ്പോൾ ന്യൂ റേഷ്യോ എന്നാൽ എന്തായിരിക്കും? ന്യൂ റേഷ്യോ ഈക്വൽ ടു ഓൾഡ് ഷെയർ പ്ലസ് ഗെയിൻ ഷെയർ, അല്ലെങ്കിൽ ഓൾഡ് റേഷ്യോ പ്ലസ് ഗെയിൻ റേഷ്യോ. ഒരു പാർട്ട്ണറുടെ ന്യൂ ഷെയർ കണ്ടുപിടിക്കാൻ വേണ്ടി അയാളിൻ്റെ ഓൾഡ് ഷെയറിൻ്റെ കൂടെ ഗെയിൻ ഷെയറും കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ ബിയുടെ ന്യൂ ഷെയർ, അയാളുടെ ഓൾഡ് ഷെയർ നോക്കാം. ബിയുടെ ഓൾഡ് ഷെയർ, അവരുടെ റേഷ്യോ 3:4:1 ആണല്ലോ. അപ്പോൾ ബിയുടെ ഷെയർ, ഓൾഡ് ഷെയർ 4/8 ആണ്. 4/8ൻ്റെ കൂടെ ബിക്ക് എത്രയാണ് കിട്ടുക? ബിയുടെ ഗെയിൻ 6/24 ആണ്. 4/8ൻ്റെ 4/8 പ്ലസ് 6/24. 8ൻ്റെയും 24ൻ്റെയും LCM 24. 24 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത 3, 3 × 4 12. 24 24 കൊണ്ട് ഡിവൈഡ് ചെയ്ത 1, 1 × 6 6. 12 6 18/24 എന്ന് കിട്ടും ബിയുടെ പുതിയ ഷെയർ. ഇനി സിയുടെ പുതിയ ഷെയർ കണ്ടുപിടിക്കാൻ വേണ്ടി 1/8 അല്ലേ, അയാളുടെ ഓൾഡ് ഷെയർ 1/8 ആണ്. 3:4:1 ആണല്ലോ. അപ്പോൾ 1/8. 1/8 പ്ലസ് അയാളുടെ ഗെയിൻ ഷെയർ 3/24 ആണ്. 3/8ൻ്റെ 1/3, 3/24 നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ 1/8 പ്ലസ് 3/24. അപ്പോൾ 8ൻ്റെയും 24ൻ്റെയും LCM നമ്മൾ പറഞ്ഞു 24. 24 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, 3 × 1 3 പ്ലസ് 24 24 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 1 × 3 3. അപ്പോൾ 3 3 കൂട്ടിയാൽ 6, 6/24. അപ്പോൾ ബിൻ്റെയും സിൻ്റെയും പുതിയ റേഷ്യോ 18:6. നമുക്കതിനെ രണ്ടിനെയും 6 കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ പുതിയ റേഷ്യോ 3:1 എന്ന് കിട്ടും. അതുപോലെ ഗെയിൻ ഇൻ റേഷ്യോ നോക്കാം. 6/24 3/24 ആണ്. അപ്പോൾ ഗെയിൻ റേഷ്യോ എത്രയായിരിക്കും? 6:3. 6:3 എന്ന് പറഞ്ഞാൽ 2:1. അതാണല്ലോ അവിടെ ചോദ്യത്തിലും പറയുന്നുണ്ട്. അത് 2/3. എ തൻ്റെ ഷെയറിൻ്റെ 2/3 ഭാഗം ബിക്ക് വിട്ടുകൊടുക്കുന്നു, 1/3 ഭാഗം സിക്ക് വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ 2:1 തന്നെയാണ്. ഇനി മറ്റൊരു പ്രോബ്ലം നിങ്ങൾ നോക്കാം. എക്സ് വൈ സെഡ് 3 പാർട്ട്നേഴ്സ്, അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 3:5:7. സെഡ് റിട്ടയർ ചെയ്യുന്നു. ഹിസ് ഷെയർ ഈസ് ടേക്കൺ അപ്പ് ബൈ എക്സ് ആൻഡ് വൈ ഇൻ ദ റേഷ്യോ ഓഫ് 3:2. സെഡിൻ്റെ ഷെയർ എക്സും വൈയും 3:2 എന്ന റേഷ്യോയിലാണ് എടുക്കുക. സെഡിൻ്റെ ഷെയർ എക്സും വൈയും 3:2 എന്ന റേഷ്യോയിലാണ് എടുക്കുക. അപ്പോൾ ആദ്യം നമ്മളിവിടെ എക്സിൻ്റെ ഗെയിൻ എത്രയാണ് നോക്കാം. എക്സിന് കിട്ടുന്നത് സെഡിൻ്റെ ഷെയറിൻ്റെ 3/5 ഭാഗം. സെഡിൻ്റെ ഷെയർ എത്രയാണ് നോക്കാം. ഓൾഡ് റേഷ്യോ 3:5:7 ആണ്. അപ്പോൾ 3/15 ആണ് എക്സിൻ്റെ ഷെയർ, 5/15 വൈയുടെ ഷെയർ, സെഡിൻ്റെ ഷെയർ 7/15. അപ്പോൾ സെഡിൻ്റെ ഷെയർ 7/15. ആ 7/15ൻ്റെ 3/5 ഭാഗമാണ് എക്സിന് കിട്ടുക. അതാണ് എക്സിൻ്റെ ഗെയിൻ. അപ്പോൾ 7നെ 3 കൊണ്ട് ഗുണിക്കുക 21, 15നെ 5 കൊണ്ട് ഗുണിക്കുക 75, 21/75 എക്സിൻ്റെ ഗെയിൻ. അതുപോലെ വൈയുടെ ഗെയിൻ
സെഡിൻ്റെ ഷെയറിൻ്റെ 2/5 ഭാഗമാണ് അയാൾക്ക് കിട്ടുന്നത്. അപ്പോൾ 7/15 ഇൻറ്റു 2/5, 7 ഇൻറ്റു 2 14, 15 ഇൻറ്റു 5 75. ഇനി നമുക്ക് എക്സിൻ്റെ ന്യൂ ഷെയർ കണ്ടുപിടിക്കാം. എക്സിൻ്റെ ന്യൂ ഷെയർ എന്നാൽ നമ്മൾ നേരത്തെ കണ്ടു, അയാളുടെ ഓൾഡ് ഷെയറിൻ്റെ കൂടെ ഗെയിൻ ഷെയർ കൂട്ടിയാൽ മതി. അയാളുടെ ഓൾഡ് ഷെയർ 3/15 അല്ലേ, 3:5:7 അപ്പോൾ 3/15 പ്ലസ് ഗെയിൻ എത്രയാണ്, 21/75. 15ൻ്റെയും 75ൻ്റെയും എൽസിയം 75. 75നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5, 5 ഇൻറ്റു 3 15 പ്ലസ് 75നെ 75 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 1 ഇൻറ്റു 21 21. അപ്പോൾ 15 21 36, 36/75. അതാണ് എക്സിൻ്റെ ന്യൂ ഷെയർ. അതുപോലെ വൈയുടെ ന്യൂ ഷെയർ കണ്ടുപിടിക്കാം. വൈയുടെ ന്യൂ ഷെയർ അയാളുടെ ഓൾഡ് ഷെയർ 5/15, 5/15 പ്ലസ് അയാളുടെ ഗെയിൻ എത്ര, വൈയുടെ ഗെയിൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 14/75. നേരത്തെ ചെയ്ത പോലെ 15ൻ്റെയും 75ൻ്റെയും എൽസിയം 75. 75നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5, 5 ഇൻറ്റു 5 25 പ്ലസ് 75നെ 75 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 1 ഇൻറ്റു 14 14. അപ്പോൾ 25ഉം 14ഉം 39, 39/75. അപ്പോൾ ന്യൂ റേഷ്യോ 36:39. ഇതിനെ രണ്ടിനെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12:13 എന്ന് കിട്ടും. അതുപോലെ ഗെയിൻ റേഷ്യോയും കണ്ടുപിടിക്കാം. ഗെയിൻ റേഷ്യോ 21/75 14/75. അപ്പോൾ 21:14. 21:14 എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടിനെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3:2. അതാണല്ലോ ആ ചോദ്യത്തിലും പറയുന്നുണ്ടല്ലോ. സെഡിൻ്റെ ഷെയർ എക്സും വൈയും 3:2 എന്ന റേഷ്യോയിലാണല്ലോ എടുക്കുക. അതുതന്നെയാണ് ഗെയിനിങ് റേഷ്യോയും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രത്യേക അനുപാതത്തിലാണ് റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് വീതിച്ചെടുക്കുന്നതെങ്കിൽ ന്യൂ റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും കണക്കാക്കുന്നത്.